ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി ഓക്കെ, നിയമസഭയിൽ യുദ്ധമാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. ആരുടെ ഭാഗം ശരിയെന്ന് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. VD സതീശന്റെ വാദവും ഞാൻ വെച്ചു തരാം, പിണറായി വിജയന്റെ വാദവും ഞാൻ വെച്ചു തരാം. നിങ്ങൾക്ക് ആരുടെ വാദമാണ് ശരിയെന്ന് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ വോട്ടിട്ടാണ് അവരെ ജയിപ്പിച്ചത്. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാനും നിങ്ങളും അറിയണം. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ആദ്യം മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് കേൾക്കാം. ഒരു കാര്യം കൂടി പറയാം, ഞാൻ പേഴ്സണലി ഈ വീഡിയോ ഫുള്ളായി കണ്ടപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗം ശരിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയവരുണ്ടോ? അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, പിന്നെ ഒന്ന് ലൈക്കും ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, നമുക്കപ്പോൾ ഒന്നൊന്നായിട്ട് കണ്ടു നോക്കാം. ധനകാര്യ വകുപ്പിനെ കൂടെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. സർ, ഇവിടെ പ്ലാനിലില്ല എന്നാണ് പറയുന്നത്. ഇത് ബജറ്റ് മറുപടിയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. നമ്മൾ ബജറ്റിൽ പ്ലാനിന്റെ തുക 5000 കോടി രൂപ കുറച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എല്ലാ വകുപ്പിലും കുറച്ചിട്ടുണ്ട്. പക്ഷെ മത്സ്യ SC/ST വകുപ്പിലും ഫിഷറീസ് മേഖലയിലും ആ തുക കുറയാതിരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് പൈസ അനുവദിച്ചു. അതായത് 35,000 കോടി രൂപയായിരുന്നു പ്ലാനെങ്കിൽ SC/STക്ക് എത്ര രൂപ കൊടുക്കും? അത്രയും കോടി രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തു. ഫിഷറീസിൽ 50 കോടി രൂപ അഡീഷണൽ ആയിട്ട് വെച്ചു. അതായത് 73 കോടി രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ വേറെ ഏത് കാര്യവും ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പൂർത്തിയാക്കണതിന് അഡീഷണൽ ഓതറൈസേഷനോ മറ്റു നടപടിക്രമങ്ങളോ സപ്ലിമെന്ററി ഉപയോഗിച്ചോ മുഴുവൻ പൈസയും കൊടുക്കും. ഒരെണ്ണത്തിലും ഒരു കുറവും വരില്ല. ഒരു കാര്യത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയായിട്ട് ഒരു കുറവ് വരില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിഷറീസ് സപ്ലൈ നടപ്പാക്കാൻ SC/ST മോഡൽ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികളിൽ ഒന്നാണ് തീരദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാലാവസ്ഥാ വ്യതിയാനം, മത്സ്യലഭ്യതയുടെ കുറവ്, തീരദേശത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ ഇടിവ്, ഇതൊക്കെ പരിഹരിക്കപ്പെടണം. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം 2016 മുതൽ 5000 കോടി രൂപയുടെ ഒരു തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചു. നാമമാത്രമായ തുകയാണ് ചെലവാക്കിയത്. ഓക്കിക്ക് ശേഷം പ്രഖ്യാപിച്ച 2000 കോടി രൂപയുടെ പാക്കേജ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതായത് പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയൻ എല്ലാം പ്രഖ്യാപിച്ച് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ്. 5000 കോടി ഞാൻ തരാം, അല്ലെങ്കിൽ 200 കോടി ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടു. പക്ഷെ 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നാണ് പിണറായി വിജയൻ ഇതിനൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഒരു കാര്യം നടപ്പാക്കിയിട്ടില്ല. ഞാനത് അതിന് മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞു. ഞാൻ തന്നെ ഈ നിയമസഭയിൽ ഒരുപാട് കാര്യം, കാരണം 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. പിന്നീട് അത് 120 രൂപ 130 രൂപയായി. അപ്പോഴും 10 കൊല്ലക്കാലം ആ 25 രൂപ തന്നെയായിരുന്നു ആ മണ്ണെണ്ണയുടെ സബ്സിഡി. 1 രൂപ കൂട്ടി കൊടുത്തില്ല. പിന്നെ പോണ പോക്കിൽ ഒരുപാട് കാര്യം ചെയ്തതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ അവസാനം ആ 50 രൂപ ആക്കിയെന്ന് പറഞ്ഞു. നമ്മളത് 75 രൂപ ആദ്യം ഞങ്ങളുടെ ഭരണം തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ 75 രൂപ മണ്ണെണ്ണയ്ക്ക് ആക്കുന്നത്. മാത്രമല്ല അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ അത് മറ്റു തരത്തിൽ അത് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഓയിൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തതിനേക്കാൾ 2020-21 കൂട്ടിയെന്ന്. എന്താ കാര്യം? 2020-21 സാമ്പത്തിക വർഷം മുതൽ ഈ പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി ലൈവ്ലിഹുഡ് ആൻഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ഫോർ സോഷ്യോ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആക്റ്റീവ് ട്രഡീഷണൽ ഫിഷേഴ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ഫിഷറീസ് റിസോഴ്സ് ഡ്യൂറിംഗ് ബാൻ ആൻഡ് ലീൻ മന്ത്സ് എന്നായി പുനർനാമകരണം നടത്തി. ബ്ലൂ റെവല്യൂഷൻ സ്കീമിന്റെ അതേ മാനദണ്ഡ പ്രകാരം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നു. കേന്ദ്ര പ്രോജക്റ്റിന്റെ കൂടി ഭാഗമായിട്ട് അത് മാറി. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഓരോരുത്തരും ക്ലിയർ ആയിട്ട് കേൾക്കണം. ഒരു കാര്യം പറയാം, മുമ്പ് CPM-കാർ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്, ദൈവമേ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ആര് മുഖ്യമന്ത്രി ആയാലും VD സതീശൻ ആവരുതേ എന്ന്. കാരണം ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. താമസം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ കൃത്യമായിട്ട് പറഞ്ഞല്ലോ,
ഇതെല്ലാ പൈസയും കൂടി ആദ്യം കൊടുക്കുക. ഇത് ജൂണാണ് അല്ലെ? ജൂൺ മാസത്തിൽ ഈ 4500 രൂപയും കൊടുക്കുമോ? ഇല്ല. ജൂൺ മാസത്തിൽ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് 10/6/2026. ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്ന് ഈ മാസം 10-ാം തീയതി, ജൂൺ 10-ാം തീയതി ഉത്തരവ് കൊടുത്തു. അതിനുള്ള പൈസ ജില്ലാ ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജില്ലാ ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ പണം കൊടുക്കും. അടുത്ത മാസം ആവുമ്പോഴേക്കും സർക്കാരിന്റെ വിഹിതം കൊടുക്കും. ഒരു കാരണവശാലും 1 രൂപയുടെ പോലും കുറവ് ഒരു മാസവും വരുത്തില്ല. അതിനാവശ്യമായ നടപടികൾ, സർക്കാരിന്റെ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഇവിടെ കൊടുക്കാതിരുന്നു എന്നുള്ള ഈ നോട്ടീസിലെ പരാമർശം തെറ്റാണ്. കൊടുക്കാതിരുന്നിട്ടില്ല. ആദ്യത്തെ ഗഡു അവരുടെ കോൺട്രിബ്യൂഷന്റെ പൈസ കിടക്കാണ്, ബാങ്കിൽ കിടക്കാണ്, ട്രഷറി അഡ്ജസ്റ്റ്മെന്റ്സ് അവരുടെ പൈസ കിടക്കാണ്. ഇപ്പോഴേ എടുത്ത് ട്രഷറിയിലേക്ക് സംസ്ഥാന വിഹിതം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കുവോ? ഏതെങ്കിലും ധനകാര്യമന്ത്രിമാർ കൊടുക്കുവോ? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ ഈ മാസം ട്രാൻസ്ഫർ ചെയ്യോ? എന്തായി പറയുന്നത്? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട തലേ ദിവസം ട്രഷറി അത് ട്രാൻസ്ഫർ ചെയ്യും. ആ ജില്ലാ ഓഫീസുകളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഹിതം ട്രാൻസ്ഫർ ചെയ്യും. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വരാൻ വൈകിയാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അത് വരുന്നത് വരെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പൈസ കൊടുക്കും. ഒരു കുറവും ഒരു മത്സ്യത്തൊഴിലാളിക്കും ഈ സ്കീമിൽ 1 രൂപയുടെ വരുത്തൂല. ഇപ്പൊ ഒരു അന്തരീക്ഷം ഇപ്പൊ ഇവിടെ ഇല്ല. ഒരു ടെൻഷനും ഈ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് അങ്ങനെ വാദിക്കുമ്പോൾ പിണറായിയും കൂട്ടരും അതിനെ തടയുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആദ്യ മാസത്തെ ജില്ലാ ഓഫീസുകളിൽ ആ പൈസ എത്തി അതിന്റെ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മത്സ്യബന്ധനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് വിതരണ അവതരണാനുമതി നിഷേധിക്കുന്നു. ബഹുമാനായ സജി ചെറിയാൻ അവതരിപ്പിച്ച വിഷയം അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് നൽകിയ മറുപടികളൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തില് ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറയണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലാലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ ഉത്തരം മുട്ടുമ്പോൾ എന്താണ് പിണറായി വിജയൻ സാറേ ഇങ്ങനെ പറയുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് വിട്ടുകളാം. അദ്ദേഹത്തിന് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ? അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ പ്ലീസ്. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക, അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ, അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് സാർ, ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ.
സർ ഞാൻ ആരെ അവമാനിച്ചു? ഓക്കെ, ബാക്കി വെക്കാം. അതായത് തിരുവഞ്ചൂറിന്റെ ഒരു സ്പീക്കർ തീയാണ് അദ്ദേഹം. കുറെ പേര് പറഞ്ഞ അദ്ദേഹം കോമഡി പീസ് എന്നാണ്. അവരൊക്കെ കണ്ടുപഠിക്കണം. ഓക്കെ, പിണറായി വിജയൻ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. പ്ലീസ് 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 മുഖ്യമന്ത്രിക്ക് സർ പ്ലീസ്. സർ അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ അല്ലേ, അതായത് തീപ്പൊരി മറുപടിയാണ്. ഇതാണ് പൊന്നു മനുഷ്യന്മാരെ മുഖ്യമന്ത്രി വി ഡി സതീശനെ എല്ലാവരും വോട്ടിടാനുള്ള കാരണം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഏതായാലും മത്സ്യത്തൊഴിലാളി മേഖലയില് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിന്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം കടല് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനം. പൊന്നു പിണറായി വിജയേട്ട, ഒരു കാര്യം പറയുകയാണ്. 10 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് 1 മാസം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭരിച്ച പറയുകയാണ് കടലിൻ്റെ മക്കൾ വലിയ പ്രശ്നത്തിലാണെന്ന്. അപ്പോൾ നിങ്ങളെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഭരിക്കും എന്തുകൊണ്ടാണ് അത് പരിഹരിച്ചിട്ടില്ല? ബാക്കിയും കൂടി കേട്ടു നോക്കാം. സർ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികള് ഒരു കാലത്തും ദാരിദ്ര്യം വിട്ടുമാറാത്തൊരവസ്ഥയിൽ കഴിയുന്നൊരു വിഭാഗമാണ്. എല്ലാവർക്കും ആ വിഭാഗത്തിന്റെ പ്രയാസങ്ങൾ അറിയാവുന്നതാണ്. സർ, ഈ മത്സ്യബന്ധനത്തിന് സൗകര്യമില്ലാത്ത പഞ്ഞമാസങ്ങളാകുമ്പോൾ, ട്രോളിംഗ് നിരോധനവും കൂടി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവരെ സഹായിക്കാൻ തയ്യാറാകാറുണ്ട്. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, കടൽക്ഷോഭം വരുന്ന നിലയുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ മുഴുപട്ടിണിയിലേക്ക് തന്നെ ആ വിഭാഗത്തെ എടുത്തെറിയുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന നില നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. സർ, ഇവിടെ അത് കൃത്യമായി നൽകിയില്ല എന്നതാണ് ബഹുമാനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ച പ്രശ്നം. സർ, മെയ് മുതൽ
ജൂലൈ വരെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 3 ഗഡുക്കള് നൽകുക എന്നതാണ് സ്വീകരിക്കുന്ന നില. എന്തൊക്കെയോ പിണറായി വിജയൻ പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലി ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ജനങ്ങൾക്ക് വേണ്ടി അല്ല സംസാരിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ചിലയിടത്ത് തുടങ്ങി, ചിലയിടത്ത് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുമെന്നല്ലാതെ എപ്പോഴേക്ക് നൽകുമെന്ന് പറയാൻ പറ്റിയില്ല. സർ, ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉള്ളതാണ്. ഈ ഗുണഭോക്തൃ വിഹിതം ഒടുവിൽ കിട്ടിയിട്ടുള്ളത് 21 കോടിയോളം രൂപയാണ്. സർ, ഈ പറഞ്ഞതുപോലെ ഗുണഭോക്തൃ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും കേന്ദ്ര വിഹിതവും 1500 രൂപ വീതമാണ് കണക്കാക്കിയിട്ടുള്ളത്. പൊന്നു പിണറായി വിജയൻ സർക്കാർ, നിങ്ങൾ സർക്കാരും വരുന്നതാണ് ഇങ്ങനെ കുറേ ഭരിച്ചത് കൊണ്ട് പൊന്നു പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. 10 വർഷം കേരളത്തെ നിങ്ങൾ ഭരിച്ചിട്ട്, 120 മാസം കേരളത്തെ നിങ്ങൾ ഭരിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇങ്ങനെ പറയാൻ നാണമുണ്ടോ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. 4500 രൂപ ധനസഹായം നൽകുന്നത് 6000 രൂപയായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഈ തുക കൃത്യമായി വിതരണം ചെയ്തില്ല എന്നതാണ് ബഹുമാനനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ചത്. ഈ വിതരണം ചെയ്യാതിരിക്കല് പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിയാണ്. സർ, എല്ലാ കാലത്തും കേന്ദ്രവിഹിതം വൈകാറുണ്ട്. വൈകുന്നു എന്നുള്ളത് കൊണ്ട് അത് നൽകാതിരിക്കുന്ന നിലയല്ല സ്വീകരിക്കാറ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അത് വഹിച്ചുകൊണ്ട്, കേന്ദ്രവിഹിതം കൂടി വഹിച്ചുകൊണ്ട് കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോൾ കൊടുക്കുമെന്ന് കഴിഞ്ഞ 24-ന് ചോദ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി, ഫീലിംഗ് തൊഴിലാളി ഇതെല്ലാം ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ വലിയ തോതിൽ വിഷമമനുഭവിക്കുന്നവരാണ്. ഓക്കെ, പിണറായി വിജയൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ബാക്കി ഇതിന് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടിയും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതും കേൾക്കണം. നമുക്ക് ബാക്കി കേട്ട് നോക്കാം. അതിൻ്റെ എല്ലാം ആശ്വാസം അവർക്കെല്ലാം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ റേഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത്. ട്രോളിംഗ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമ്പോൾ, ട്രോളിംഗ് നിരോധന ഘട്ടം, ആ ഘട്ടത്തിൽ തൊഴിലാളിയുടെ വായ്പകൾക്ക് മൊറട്ടോറിയം സാധാരണ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. സർ, ഇവിടെ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളിക്ക് അവഗണന വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. കഴിഞ്ഞ ബജറ്റിലുള്ള കുറവിൻ്റെ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കുറവ് വന്ന കാര്യം ഇവിടെ ഉന്നയിച്ചു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു. സർ, ആളുകളിൽ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ പുനർഗേഹം പദ്ധതി എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്നതിൽ വലിയ ആശങ്കയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് 2652 വീടുകൾ പൂർത്തിയായതാണ്. 738 ഫ്ലാറ്റുകളും പൂർത്തിയായതാണ്. ആ പൂർത്തിയായത് തന്നെ. പക്ഷേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1271 വീടും 788 ഫ്ലാറ്റുകളും നിർമ്മാണത്തിലാണ്. ആ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആ വിവിധ ഘട്ടത്തിൽ കിടക്കുന്ന, ആ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെയും വീടുകളുടെയും ഭാവി എന്തായിരിക്കും? 10 വർഷം കൊണ്ട് ചിന്തിക്കണമായിരുന്നു ഭാവി എന്തായിരിക്കും. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനെക്കുറിച്ച് വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല എന്നത് നാം കാണണം. പുതിയ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പണി പൂർത്തീകരിക്കേണ്ട ആ വീടുകൾ, ഫ്ലാറ്റുകൾ പൂർത്തീകരിക്കേണ്ടതല്ലേ? അതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ
മത്സ്യത്തൊഴിലാളിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, മറൈൻ ആംബുലൻസ്, കടൽ സുരക്ഷ, ഇതെല്ലാം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കാണാനില്ല. അപ്പോൾ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ അവഗണന വരുന്നുവെന്ന ആശങ്കയാണ് തൊഴിലാളി വിഭാഗത്തിനുള്ളത്. കടല് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുമോ, കുത്തകകളുടെ കയ്യിലേക്ക് പോകുമോ? അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ പ്രഖ്യാപിച്ച കപ്പൽ പാതയുടെ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഓക്കെ മിസ്റ്റർ പിണറായി വിജയനെ, ഞാൻ നിർത്താൻ പോവുകയാണ്. ഒരു കാര്യം പറയാം, ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ഒരു മാസം പോലും ആവാത്ത വി ഡി സതീശനോടാണ് ഇതൊക്കെ പറയുന്നത്. നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, വി ഡി സതീശനാണ് എല്ലാവർക്കും, മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാവർക്കും ഗുണമുള്ള നല്ല അടിപൊളി 5 വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത്. തർക്കമില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ആരുടെ ഭാഗമാണ് ശരിയായി തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഇടാൻ വരാം. ഓക്കെ, ബൈ.